മൂവീസ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരുവിധം എല്ലാ സിനിമയും നാട്ടിലുള്ള സമയത്ത് തിയേറ്ററിൽ കാണുന്ന ഒരാളാണ്. ലവ് ആക്ഷൻ ഡ്രാമ ഈ സിനിമയുടെ മൂവി റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞൊരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. ഡയറക്റ്റഡ് ബൈ ശ്രീനിവാസൻ. മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ശാന്തകുമാറാണ്. ശാന്തകുമാറിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ നല്ല മൂഡ് അനുസരിച്ച് ഉള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും, അതായത് ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകളാണ് ഇതിലുള്ളത്. നയൻതാര നായികയായിട്ട് ഒരുപാട് നാളിന് ശേഷം മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമ എന്നുള്ള പ്രത്യേകത കൂടി ഇതിലുണ്ട്. നിവിൻ പോളിയാണ് നമ്മളുടെ നായകൻ. അതുപോലെ തന്നെ അജു വർഗീസും ഇതില് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. വേറെ ഒരു ഫൺ ഫാക്ട് എന്ന് പറയുന്നത് അജു വർഗീസും നിവിൻ പോളിയും ഒരുപാട് ആൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന കോമ്പിനേഷൻ സീനുള്ള പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. യൂത്ത് ഓറിയന്റഡ് രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അജു വർഗീസും വികാസ് സുബ്രഹ്മണ്യനും ആണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അതുപോലെ തന്നെ ദിനേശൻ, ശോഭ എന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള 2 പേരുകളാണ് ഈ മെയിൻ ക്യാരക്ടറായ നിവിൻ പോളിക്കും നയൻതാരയ്ക്കും ഈ സിനിമയിൽ ഡാൻസ് കൊടുത്തിരിക്കുന്നത്. ഈ പേര് പോലെ തന്നെ ഒരുപാട് ലവും ഒരുപാട് ഡ്രാമയും കുറച്ച് ആക്ഷനും ഉള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമ. ഉടനീളം ഒരു കോമഡി രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഓണത്തിന് നമ്മൾ ഫ്രണ്ട്സ് ആയി നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആളുകളെല്ലാവരും കൂടെ പോയിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. തീർച്ചയായും സിനിമ തിയേറ്ററിൽ കാണണം. ഈ ദിനേശന്റെ ജീവിതത്തിൽ ശോഭയായിട്ടുള്ള പ്രേമം, ആ പ്രേമത്തിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അതിനുശേഷം അത് എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർത്തിണക്കി ഒരു നല്ല ഒരു സ്റ്റോറി ലൈനാണ് സിനിമയ്ക്കുള്ളത്. ഫസ്റ്റ് ഹാഫ് ഫുൾ ചിരിക്കാനുള്ള കാര്യങ്ങളാണ് സിനിമയിലുള്ളത്. സെക്കൻഡ് ഹാഫിലാണ് ഒരുപാട് ഡ്രാമ എലമെന്റ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറി പറയുന്ന രീതിയും, അതായത് ഒരു സീൻ കാണിച്ചിട്ട് പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന രീതിയിലാണ് പല സീനുകളും ഉള്ളത്. അപ്പം ശ്രീനിവാസൻ ഇതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. നയൻതാരയുടെ അച്ഛനായിട്ടാണ് ശ്രീനിവാസൻ അഭിനയിക്കുന്നത്. അതെല്ലാം വളരെ രസകരമായ രീതിയിലാണ് ഈ ഒരു സിറ്റുവേഷനൊക്കെ അവതരിപ്പിക്കുന്നത്. പിന്നെ ആക്ഷൻ എന്ന് പറയുന്നത് ആകെ ഒരു ചെറിയൊരു ഫൈറ്റ് സീനേ ഉള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ലവ് ആക്ഷൻ ഡ്രാമ എന്നുള്ള രീതിയിൽ പടത്തിന് പേരിട്ടുകൊണ്ടാണോ ഈ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള അറിയില്ല. എന്നാലും അത് മലയാള സിനിമയിൽ സാധാരണ കാണുന്ന ഒരു അലം പിടിയല്ല, നന്നായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത ഫൈറ്റ് സീനൊക്കെ ആണ് ഇതിലുള്ളത്. റേറ്റ് ആണെങ്കിൽ ഒരു 3.8 out of 5 എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഒരുവിധം എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പുതിയ കഥയാണെന്ന് വെച്ചാൽ ഒരു പുതിയ കഥയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇതുപോലത്തെ കഥകൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു വെറൈറ്റി രീതിയിൽ എടുത്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിനേശൻ, ശോഭ എന്നുള്ള ഈ 2 പേരിൽ തന്നെയുള്ള ഒരു കണക്ഷൻ നമുക്ക് ഈ സിനിമയിൽ ഉണ്ടാവും. വിനീത് ശ്രീനിവാസന്റെ നല്ലൊരു കോമഡി പ്രകടനം തന്നെ ഈ സിനിമയിലുണ്ട്. ഈ സിനിമ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം. ഈ ഓണം നമ്മൾ ഇതുപോലെ ഉള്ള നല്ല സിനിമകളുണ്ട്, ആസ്വദിച്ച് എല്ലാവരും എൻജോയ് ചെയ്യുക. സോ ഹാപ്പി ഓണം. ഇതുപോലുള്ള മൂവി റിവ്യൂസ് നമുക്ക് ഇനിയും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ give it a thumbs up, share the video with your friends, and until next time, it's me Sujit signing off. See you guys on the next one.